അസിസ്റ്റന്റ് പോസ്റ്റുകൾ നമ്മൾ പലവിധം കേട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇപ്പം എക്സാം നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആൻഡ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. പേ സ്കെയിലിനെ കുറിച്ച് പറയുമ്പോൾ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഒരേ പേ സ്കെയിൽ ആണെങ്കിലും കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം നടത്തുന്നത് PSC അല്ല, പിന്നെ ആരാണ്? കേരള ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റ് അറിയാത്തവർക്കായിട്ട് ഇതൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ജോബാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ്, കാരണം കേരള ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഈ പോസ്റ്റിലേക്കുള്ള എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമാണ് എക്സാം നടക്കുന്നത്. അതായത് ഇതിന് മുമ്പ് നടന്നത് 2024 അതിന് മുമ്പ് 2021 അതിന് മുമ്പ് 2019 നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാരണം ചെറിയ ഡിലേ വന്നിട്ടുണ്ടെങ്കിലും സാധാരണയായിട്ട് ഇത് 2 വർഷം കൂടുമ്പോഴാണ് എക്സാം നടക്കുന്നത്. റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒരു 3 വർഷത്തോളം അതിന് കാലാവധിയുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ കുറിച്ച് പറയാനുള്ള കാര്യം, അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ സമയമായിട്ടുണ്ട്. അപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതുപോലെ അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകും, ദ ഏർലി മൂവർ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇറങ്ങി പരിശോധിക്കാം. 2019 എക്സാമിന് 2018 ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 2021 എക്സാമിന് ജൂൺ 2021 നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു മാസത്തോളം നമുക്ക് സമയം കിട്ടിയിട്ടാണ് ആ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2024 മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കോവിഡിന്റെ ഡിലേ കാരണമാണ്. അന്നേരം മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം ഈ 19 21 ഒക്കെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് എന്താ പറയുന്നത്? നമുക്കിപ്പോൾ ഓൾറെഡി മാർച്ച് കഴിഞ്ഞല്ലോ. അപ്പൊ മാർച്ചോ ഏപ്രിലോ അല്ല നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ജൂൺ ലാസ്റ്റോ ജൂലൈ പകുതിയോടെയോ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ 2026 നമുക്കൊരു ജൂൺ കഴിഞ്ഞ ഉടനെ ജൂലൈ ആകുമ്പോഴേക്കും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എക്സാമിന്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് 6ാമത്തെ മാസമോ 7ാമത്തെ മാസമോ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ജൂലൈയിലാണ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ നമുക്ക് 2027 ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കും എക്സാം പ്രതീക്ഷിക്കാം, ജൂലൈയിൽ വന്നാൽ കേട്ടോ. ഇനി എക്സാം ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരേ ദിവസം 2 ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് നമ്മൾ എഴുതുന്നത്. ഒന്ന് ഒരു ഒബ്ജക്റ്റീവ് എക്സാം, രണ്ടാമത്തത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുമാണ്. ഇനി ഒബ്ജക്റ്റീവ് എക്സാമിൽ നമുക്ക് വരുന്നത് സാധാരണ ഒരു അസിസ്റ്റന്റ് എക്സാമിന് വരുന്ന പോലെ ഇംഗ്ലീഷ്, മാത്സ്, GK, റീസണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ബട്ട് മോർ വെയിറ്റേജ് ടു ഇംഗ്ലീഷ് ആണ് വരുന്നത്. സോ 100 questions 100 മാർക്സ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണെങ്കിൽ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നല്ല ഹാൻഡ് റൈറ്റിംഗ്, കൂടുതൽ മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. സിലബസിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോട്ട്സ് അക്കാഡമി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയൊരു ബാച്ച് ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ ഡോട്ട്സ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.